ഹലോ എവറി വൺ, വെൽക്കം ടു എജ്യൂപോഡ്. എല്ലാവർക്കും മക്കളെ എജ്യൂപോഡിൻ്റെ ക്ലാസ് 8 യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. യെസ്, നിങ്ങളുടെ ആനുവൽ എക്സാം നാളെ നടക്കാനിരിക്കെ നിങ്ങളുടെ ആനുവൽ എക്സാമിന് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പോവുകയാണ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ കൂടെ 2 ബോണസ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോ, വാട്ടർ ഓൺ എർത്ത്, ഭൂമിയിലെ ജലം എന്നുള്ള ചാപ്റ്ററിന് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, വാട്ടർ പൊല്യൂഷൻ, എന്താണ് ജലമലിനീകരണം എന്നും അതേപോലെ തന്നെ വാട്ട് ആർ ദി ഇൽ എഫക്റ്റ് ഓഫ് വാട്ടർ പൊല്യൂഷൻ, ജലമലിനീകരണത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണെന്നും. എന്താണ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? ദ അൺഡിസൈറബിൾ ചേഞ്ച് ഇൻ ദ ഫിസിക്കൽ, കെമിക്കൽ ഓർ ബയോളജിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ, ജലത്തിൻ്റെ ഭൗതികവും രാസപരവും ജൈവികവുമായ ഗുണത്തിലുള്ള മാറ്റം. അതായത് എന്താണ്, നമ്മൾ ജലത്തിലേക്ക് എന്തെങ്കിലും ചേർത്താൽ, നമ്മൾ ജലത്തിലേക്ക് എന്താണ് കുറച്ച് കെമിക്കൽസ് ആഡ് ചെയ്താൽ എന്ത് ചെയ്യും, ജലത്തിൻ്റെ സ്വഭാവം മാറും. ജലത്തിലേക്ക് നമ്മൾ ഫുഡ് വേസ്റ്റ് ഇട്ടാൽ എന്ത് ചെയ്യും, ജലത്തിൻ്റെ സ്വഭാവം മാറും. അപ്പോൾ നമ്മൾ ജലത്തിൻ്റെ എന്ത് ചെയ്യുക, നമ്മൾ ജലത്തിലേക്ക് എന്തെങ്കിലും ചേർത്തിട്ട് എന്ത് ചെയ്യുക, ജലത്തിൻ്റെ സ്വഭാവം നല്ല രീതിയിലല്ല, അത് മോശമായ രീതിയിൽ എന്ത് ചെയ്യാം, മാറുക. അതിന് വിളിക്കുന്ന പേരാണെന്ത്, വാട്ടർ പൊല്യൂഷൻ. അപ്പോൾ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റൊക്കെ വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് എന്താവും, ആ വെള്ളത്തിൽ എന്താണ് വേസ്റ്റിൽ ബാക്ടീരിയ ഒക്കെ പരന്ന് വെള്ളം കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ ആവും. അല്ലെങ്കിൽ വെള്ളത്തിൽ കെമിക്കൽ വെച്ചാൽ എന്താവും, അതിലും പരന്നത് എന്ത് ചെയ്യും, നമുക്ക് കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ ആവും. അപ്പോൾ ഇങ്ങനെ എന്താ, വെള്ളത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ ചേർത്ത് എന്ത് ചെയ്യുക, വെള്ളത്തെ നശിപ്പിക്കുക. അതിന് വിളിക്കുന്ന പേരാണെന്ത്, വാട്ടർ പൊല്യൂഷൻ അഥവാ ജലമലിനീകരണം. ആ ജലമലിനീകരണത്തിന് ചില ഇൽ എഫക്റ്റ് അഥവാ ദൂഷ്യഫലങ്ങളുണ്ട്. എന്തൊക്കെയാണ് ദൂഷ്യഫലങ്ങൾ? ഒന്നാമത് എന്താ, ഈ എഫക്ട് ദ അവൈലബിലിറ്റി ഓഫ് ഫ്രഷ് വാട്ടറിൽ എന്ത് ചെയ്യുന്നു, ശുദ്ധജലത്തിൻ്റെ ലഭ്യതയെ സ്വാധീനിക്കുന്നു. ഒന്നാമത് എന്താ, ശുദ്ധജലത്തിൻ്റെ ലഭ്യതയെ എന്ത് ചെയ്യുന്നു, ബാധിക്കുന്നു. രണ്ടാമത് എന്താ, പൊല്യൂഷൻ ഓഫ് ലാൻഡ് ആൻഡ് എയർ, വാട്ടർ പൊല്യൂട്ടഡ് ആയ, ശ്രദ്ധിക്കണേ, ജലം മലിനമായാൽ എന്ത് ചെയ്യും, ലാൻഡ് ഭൂമിയും അതേപോലെ തന്നെ എയർ വായുവും എന്ത് ചെയ്യും, മലിനമാകും. അതുമാത്രമല്ല, ദ സർവൈവൽ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആർ പുട്ട് ഇൻ ടു ഡേഞ്ചർ, എന്ത് ചെയ്യുന്നു, സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും നിലനിൽപ്പ് എന്ത് ചെയ്യുന്നു, അപകടത്തിലാകുന്നു. അല്ലേ, ശ്രദ്ധിക്കുന്ന, സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും നിലനിൽപ്പ് എന്ത് ചെയ്യുന്നു, അപകടത്തിലാകുന്നു. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കട്ടോ. ഓക്കെ, ഇതാണ് എന്ത്, ഇൽ എഫക്റ്റ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. എന്താണ്, ഒന്ന് എന്ത് ചെയ്യുന്നു, അവൈലബിലിറ്റി ഓഫ് ഫ്രഷ് വാട്ടർ, അല്ലെ, ജലമലിനമായി എന്ത് ചെയ്യും, ശുദ്ധജലത്തിൻ്റെ അളവ് കുറയുന്നു. പിന്നെ എന്താ, ലീഡ്സ് ടു പൊല്യൂഷൻ ലാൻഡ് ആൻഡ് എയറിൽ എന്ത് ചെയ്യും, വായുവിൻ്റെയും ഭൂമിയുടെയും, അല്ലെ, വാട്ടർ പൊല്യൂട്ടഡ് ആയാൽ, ജലമലിനമായാൽ എന്ത് ചെയ്യും, ലാൻഡും എയറും വായുവും ഭൂമിയും എന്ത് ചെയ്യും, മലിനമാകും. അത് മാത്രമല്ല, എന്താണ് സസ്യങ്ങളുടെയും ജീവികളുടെയും ജീവന് തന്നെ അത് ഭീഷണിയാവും. ഇനി അടുത്തത് ബ്ലാങ്കറ്റ് ഓഫ് ദി എർത്ത് എന്നുള്ള ചാപ്റ്ററിന് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണെന്ത്, ലിസ്റ്റ് ഔട്ട് ദ സോഴ്സസ് ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾ ഇൻ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളുടെ ഉറവിടങ്ങൾ എന്ത് ചെയ്യുക, പട്ടികപ്പെടുത്തുക. എന്തൊക്കെയാണ് അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളുടെ ഉറവിടങ്ങൾ? ഒന്നാമത്തെ എന്താണ്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ബ്രോട്ട് ത്രൂ അറ്റ്മോസ്ഫിയർ ബൈ ദി വിൻഡ്, കാറ്റടിച്ചാൽ അന്തരീക്ഷത്തിലേക്ക് എന്തെത്തും, ഡസ്റ്റ് പാർട്ടിക്കിൾസ് അഥവാ പൊടിപടലങ്ങൾ എത്തും. അതെന്താണ്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇറപ്റ്റഡ് ത്രൂ വോൾക്കേനോസിൽ, അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായാലും എന്ത് ചെയ്യും, ആ അന്തരീക്ഷത്തിലേക്ക് എന്തെത്തുന്നു, പൊടിപടലങ്ങൾ എത്തുന്നു. അല്ലേ, ആഷ് ഫോം ബേണിംഗ് ഓഫ് മെറ്റിയോസ് എന്ന് പറഞ്ഞാൽ ഉൽക്കകളാണ്. നമ്മുടെ ഉൽക്കകൾ ഭൂമിയിലേക്ക് എത്തുമ്പോൾ കത്തിപ്പോകും. അല്ലേ, ആ ഉൽക്കകൾ ഉണ്ടാകുന്ന പൊടിപടലങ്ങൾ എന്ത് ചെയ്യും, ഭൂമിയിലെ പൊടിപടലങ്ങളുടെ അളവ് കൂട്ടും. അത് 3 പഠിച്ചു വെക്കണേ. ഒന്ന് കാറ്റ് കാരണം വരാം, ഒന്ന് വോൾക്കേനോ അഗ്നിപർവ്വതം കാരണം വരാം, ഒന്ന് മെറ്റിയോസ് അഥവാ ഉൽക്കകൾ കാരണം എന്ത് ചെയ്യാൻ വരാം. അടുത്തെന്താണ്, ഇത് ഹൗ ഗ്ലോബൽ വാർമിംഗ് ബിക്കം എ ത്രെറ്റ് ടു ദ ലൈഫ് ഫോംസ് ഓഫ് ദി എർത്ത്, ആഗോള താപനം ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് എങ്ങനെ ഭീഷണിയാണ്. എന്താണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ? ആഗോള താപനം എന്ന് പറഞ്ഞാൽ എന്താ, ഭൂമിയിലുള്ള ടെമ്പറേച്ചർ, ചൂട് എന്ത് ചെയ്യുക, കൂടുക. അതിനെ വിളിക്കുന്ന പേരാണെന്ത്, ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോള താപനം. അതെങ്ങനെയാണ് ഭീഷണിയാവുന്നത്? ഒന്നാമത് എന്താ, സീ ലെവൽ മേ റൈസ് ആസ് എ റിസൾട്ട് ഓഫ് മെൽറ്റിംഗ് പോളാർ ഐസിലെ, ധ്രുവ പ്രദേശങ്ങളിലെ മഞ്ഞുരുകുന്നു. ശ്രദ്ധിക്കണം, പോളാർ ഐസ്, അതായത് 2 ധ്രുവങ്ങളിലെയും എന്തൊരുകുന്നു, മഞ്ഞുരുകുന്നു. ശ്രദ്ധിക്കണേ, പോളാർ റീജിയൻ 2 ധ്രുവങ്ങളിലെയും എന്തൊരുകുന്നു, മഞ്ഞുരുകുന്നുണ്ട്. അല്ലേ, അപ്പോൾ ഈ മഞ്ഞുരുകുമ്പോൾ എന്താ ചെയ്യുക, കടലിലെ വെള്ളം അങ്ങോട്ട് ഉയരുകയും എന്താണ്, ആളുകളുടെ ജീവന് ഭീഷണിയാവുകയും ചെയ്യും. രണ്ടാമത് എന്താണ്, ഡിസ്ട്രക്ഷൻ ഇൻ ദ കോസ്റ്റൽ എക്കോസിസ്റ്റം മേ ലീഡ് ടു ദ പ്രോബ്ലംസ് സച്ച് ആസ് ഫുഡ് ക്രൈസിസ് ആൻഡ് ലാർജ് സ്കെയിൽ മൈഗ്രേഷൻ. അല്ലേ, സമുദ്രതീര ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന നാശം, ഭക്ഷ്യ ദൗർലഭ്യം, വൻതോതിലുള്ള കുടിയേറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾ കാരണമാകും. എന്ന് വെച്ചാൽ എന്താ, സമുദ്രത്തിന് തീരത്തുള്ള വെള്ളം അങ്ങോട്ട് കൂടുക. അങ്ങനെ കൂടി എന്ത് ചെയ്യുക, ആ സമുദ്രത്തിൻ്റെ തീരത്ത് താമസിക്കുന്ന ആളുകൾക്ക്, ശ്രദ്ധിക്കണം, സമുദ്രത്തിൻ്റെ തീരത്ത് താമസിക്കുന്ന ആളുകൾക്കും അവിടെയുള്ള ജീവികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെള്ളം കൂടിയാൽ അവിടെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അതെന്താണ്, അവർക്കൊരു പ്രശ്നമാവുകയും അവരെന്ത് ചെയ്യും, വെള്ളം കയറാത്ത സ്ഥലത്തേക്ക് കുടിയേറുമ്പോൾ ആ നാട്ടിലും എന്ത് ചെയ്യും, അത് പ്രശ്നമുണ്ടാക്കും കേട്ടോ. അടുത്തെന്താണ്, ഗ്ലോബൽ വാർമിംഗ് ലെഡ് ടു ദ ഡിപ്ലീഷൻ ഓഫ് മെനി സ്പീഷീസ് ആൻഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഇൻ ദ എക്കോസിസ്റ്റം. അല്ലെ, ആവാസ വ്യവസ്ഥയിലെ പല സസ്യജന്തുജാലങ്ങളുടെയും നാശത്തിന് വഴി തെളിക്കും. എന്ന് വെച്ചാൽ എന്താ, അതായത് ചൂട് കൂടുമ്പോൾ നമുക്കതിനെ ചൂട് കൂടിയാ, എന്തൊരു ചൂടാണോ പൊള്ളുന്നതൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഭൂമിയിലെ ചൂട് കൂടുമ്പോൾ പല സസ്യങ്ങൾക്കും പല ജന്തുക്കൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ചൂട് താങ്ങാൻ പറ്റില്ല. മക്കൾ അവരെന്ത് ചെയ്യും, ചൂട് താങ്ങാൻ കഴിയാതെ മരിച്ചു പോകുന്നൊരു അവസ്ഥയുണ്ടാവും. സോ അങ്ങനത്തെ ഒരു അവസ്ഥയും എന്താണ്, ഇതിനുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ ഈ 3 പ്രശ്നങ്ങളാണ് എന്തിനുള്ളത്, നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങിനുള്ളത്. പഠിച്ചു വെക്കണം, എക്സാമിന് ചോദിക്കുന്നത് എന്താ, സീ ലെവലിലെ, കടലിലെ വെള്ളം കൂടും എന്ത് ചെയ്യും, ആളുകൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയും ആളുകളും സസ്യങ്ങളും ജന്തുക്കളൊക്കെ അവിടെ നിന്നാണ് മറ്റിടങ്ങളിലേക്ക് മാറിപ്പോകേണ്ടി വരുന്നൊരവസ്ഥ
വരുന്നു. രണ്ടാമത് എന്താണ്, ഇത് കാരണം ചൂട് കൂടുന്നത് കാരണം പല ജീവികൾക്കും ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് തവണ നിങ്ങളുടെ ആനുവൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന് പുറമെ വേറെയും ഷുവർ ക്വസ്റ്റ്യൻസ് നമ്മുടെ ചാനൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാം നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് കണ്ടിട്ട് സെറ്റ് ആക്കി വെക്കട്ടെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഒരു ഹോംവർക്ക് കൂടി തരാണ്. ഈ ഹോംവർക്കിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഇതും ഒരുപാട് തവണ എക്സാമിന് 2 മാർക്കിനൊക്കെ ചോദിച്ചാണ്. അപ്പോൾ ഈ ഒരു ഹോംവർക്കിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ഒന്ന് ടൈപ്പ് ചെയ്യട്ടെ. ഈ ഒരു ഹോംവർക്കിൻ്റെ ആൻസർ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. ഈ ഒരു ഹോംവർക്കിൻ്റെ ആൻസർ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. അതുമാത്രം ടൈപ്പ് ചെയ്താൽ പോലെ നിങ്ങൾക്ക് എച്ച് പറയാനുള്ള കാര്യങ്ങൾ, അതുപോലെ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിങ്ങൾ സോഷ്യൽ സയൻസ് പഠിച്ച് തീർന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. സോ എല്ലാം സെറ്റാക്കാൻ ഇന്നും രാത്രി നമ്മൾ വരുന്നുണ്ട്. അത് മാത്രമല്ല നാളെ രാവിലെ റോക്കറ്റ് റിവിഷനുണ്ട്. ഒക്കെ തന്നെ നമ്മൾ എന്തെങ്കിലും സെറ്റാക്കും. സോ വീണ്ടും കാണാം. നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും എക്സാം ഈസി ആവട്ടെ. ഓൾ ദ ബെസ്റ്റ് ആൻഡ് ബൈ.